രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിയുടെ കള്ളക്കഥ പൊളിയുമാണ്. ഫെനി നയനാൻ ഇവിടെ പൊളിച്ചു. ഇങ്ങനെ വേണം, നട്ടലോടുകൂടി പ്രതികരിക്കാൻ പഠിക്കണം. ഇതാണ് വേണ്ടുന്നത്. ഇപ്പം ഫെനി നയനാൻ രംഗത്ത് വന്നു, പ്രതികരിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു, പ്രതികരിച്ചു. അതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പോൾ ഇതുപോലെ ചങ്കൂറ്റത്തോടെ നട്ടലോടുകൂടി പ്രതികരിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ സത്യങ്ങൾ നിലനിർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളപ്പരാതികൾ കൊണ്ടിട്ട് അത് ഈ യഥാർത്ഥത്തിലുള്ള അതിജീവിതകൾക്ക് പോലും നീതി ലഭിക്കാത്ത ഒരു കാലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതുപോലുള്ള കള്ളപ്പരാതികൾ കൊണ്ടിട്ടിട്ട് താൻ അതിജീവിത എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് പൊടിയും തൂക്കി ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി, അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ്റെ, ഇതിപ്പം രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇതുപോലുള്ള കള്ളപ്പരാതികൾ ഒരാളെ പേരിലും അടിച്ചേൽപ്പിച്ച് അയാളെ ഭാവി തകർക്കാതിരിക്കുക. ഇവിടെ ഇപ്പം ഫെനി നയനാൻ അതിജീവിതയുടെ കള്ളക്കഥകൾ പൊളിച്ചെടുക്കുകയാണ്. കാരണം ഈ അതിജീവിത എന്ന് പറയുന്ന മൂന്നാമത് കൊടുത്ത പരാതിയിൽ പറയുന്ന ആ വ്യക്തിയെ, അപ്പോൾ പുള്ളിക്കാരൻ ഇതിനകത്ത് ആ വ്യക്തി ആരാന്നോ ആ വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇനി നോക്കിക്കോ, ഇനി ഫെനി നയനാന് എതിരെയായിരിക്കും ഇതുപോലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നത്. ഫെനി നയനാനെ ആയിരിക്കും ഇനി ആക്രമിക്കുന്നത്. ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഫെനി നയനാൻ്റെ മെക്കിട്ട് കയറാനുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ഇനി നടത്തുന്നത്. കാരണം സത്യം വിളിച്ചു പറഞ്ഞല്ലോ. അപ്പം ഈ അതിജീവിത എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ പരാതിയിൽ പറയുന്ന വ്യക്തിയെ തനിക്കറിയാം. 2 മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരിട്ട് കാണാൻ അവസരം ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് ഫെനി നയനാണ് ഈ മൂന്നാമത്തെ പരാതി കൊടുത്തിട്ടുള്ള അതിജീവിത മെസ്സേജ് അയച്ചു എന്നുള്ള തെളിവാണ് ഇപ്പം ഫെനി നയനാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. 3 സ്ക്രീൻഷോട്ടാണ്, വാട്സാപ്പ് ചാറ്റിൻ്റെ 3 സ്ക്രീൻഷോട്ട്. ഞാനിതിവിടെ എല്ലാം കൊടുക്കാം. അപ്പം അതിനു മുമ്പ് ഫെനി നയനാൻ ഒരു കുറിപ്പും കൂടെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം വായിക്കാം. അതിനുശേഷം ഞാൻ ആ ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ ഫുള്ള് സ്ക്രീൻഷോട്ടെല്ലാം ഇവിടെ ഞാൻ വയ്ക്കാം. ഞാൻ വായിച്ചും കൂടെ തരാം. അപ്പോൾ ഫെനി നയനാൻ ഈ വാട്സാപ്പ് ചാറ്റ് പുറത്ത് വിടുന്നതിന് മുമ്പേ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെ അതിജീവിത ബ്രാക്കറ്റിൽ പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർ രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു. അപ്പം ഇത് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ ഫെനി നയനാൻ ഇത് ശ്രദ്ധിച്ചത് എന്നാണ് ഫെനി നയനാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. ഫെനി നയനാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ എനിക്കറിയാം. അതിൻ്റെ ഫുള്ള് തെളിവ് ഉൾപ്പെടെയാണ് ഇവിടെ ഫെനി നയനാൻ പുറത്തു വിട്ടിട്ടുള്ളത്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ഇങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അതിശയമാണ് തോന്നുന്നത്. കാരണം ഇനി രാഹുൽ മാങ്കൂട്ടവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിഷേധിക്കുന്നില്ല, ഇവരെ അറിയാം എന്ന് രാഹുൽ മാങ്കൂട്ടവും പറയുന്നുണ്ട്. അപ്പം ഇത് പരസ്പര ഉഭയകക്ഷി പ്രകാരം നടന്ന ഒരു പരിപാടിയാണ്. അപ്പം അതിനകത്ത് എങ്ങനെ ബലാത്സംഗം, പീഡനം ആവുമെന്നാണ് ഇപ്പം ജനങ്ങളുടെ ചോദ്യം അല്ലേ. ഒരിക്കലും ആവത്തില്ല. ഇനി ബാക്കിയും കൂടെ വായിക്കാം. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയൊന്നും ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി ഒരിടത്തും വെളിപ്പെടുത്തുന്നില്ല. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ ഈ പറഞ്ഞിട്ടുള്ള ഫെനിയെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഫെനിക്കെതിരെ ആയിരിക്കും അടുത്ത പരാതി പോകുന്നത്. കാരണം ശ്രീനാദേവി ഇതിനെതിരെ സംസാരിച്ചപ്പോഴത്തേക്ക് പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത സമയത്ത് ഈ ശ്രീനാദേവിക്കെതിരെയും പരാതി കൊടുത്തല്ലോ, അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന് ശ്രീനാദേവി നല്ല രീതിയിൽ തന്നെ ഉള്ള തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിൻ്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള
മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചിലരോട് അത് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. കണ്ടല്ലോ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വെച്ച് അവർക്ക് മാക്സിമം എത്രത്തോളം റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം റീച്ച് ഉണ്ടാക്കുമോ, അതാണ് ഇവരെല്ലാം അജണ്ട. കാരണം ഈ ഒരു കേസ് രാഹുൽ കുറ്റക്കാരനല്ല, രാഹുൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള മാപ്രകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വെറുതെ ഇരിക്കണമല്ലോ. അങ്ങനൊരു അജണ്ടയുണ്ട്. ഓക്കെ, ബാക്കി കൊണ്ട് വായിക്കും. അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോസ്റ്റലിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ലെന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന് ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ, അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലല്ലോ. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ? എവിടെയും ഞാനും കണ്ടില്ല അത് ചർച്ച ചെയ്യുന്നതായിട്ട്. ഇങ്ങനെ ഈ ഫെനിയാണ് ഇതിന് കാറിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തതെന്നല്ല അന്ന് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടയാണ്. എന്നിട്ട് അതിനെതിരെ ഫെനിക്കെതിരെ ഈ ഫെനി പറയുന്ന പോലെ ഒരു നടപടി എടുത്തില്ല. കാരണം തെളിവില്ല. ധാർമ്മികമായി രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഫെനി. നിങ്ങളിത് തുറന്നു പറയാൻ കാണിച്ചത് തന്നെ നല്ലൊരു മനസ്സാണ് കേട്ടോ. ബിഗ് സല്യൂട്ട്. ഇതുപോലുള്ള സത്യങ്ങൾ പോലെയുള്ള ആളുകൾ പറയണം. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കല്ലെറിയുന്നവർ കല്ലെറിയും, ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് മെനയും, PR കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ. പക്ഷേ ഇവിടെ കോടതിയുണ്ട്, സത്യം അവിടെ തെളിയും. അന്ന് ഇയാളെ വേട്ടയാടി ഇരുന്നവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണം. NB, ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയില്ല. ഇനി ഇതും പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനി ഇതും പറഞ്ഞായിരിക്കാം ഫെനിയെ വേട്ടയാടുന്നത്. ഇനി ഈ 5 വാട്സാപ്പ് ചാറ്റുകൾ, ഈ മൂന്നാമത്തെ പരാതി കൊടുത്ത ആ അതിജീവിത എന്ന് പറയുന്ന അവരുടെ വാട്സാപ്പ് ചാറ്റിൻ്റെ 5 സ്ക്രീൻഷോട്ടാണ് ഇവിടെ ഫെനി പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. അപ്പോൾ ഞാൻ ആ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ വയ്ക്കാം. വ്യക്തമാവെന്ന് അറിയത്തില്ല, ചെറിയ ക്ലിയർ കുറവുണ്ട്, എന്നാലും ഞാനത് വായിക്കാം. അപ്പം ഇവിടെ സ്ക്രീൻഷോട്ട് തുടങ്ങുന്നത് തന്നെ ഫെനി നയനാൻ്റെ ഒരു മെസ്സേജിലൂടെയാണ്. പിന്നെ എത്ര ഡേയ്ക്കുള്ളിലാണ് കാണേണ്ടതെന്നാണ് ഫെനി നയനാൻ ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഫെനി നയനാൻ ചോദിക്കുവാണ് എത്ര ദിവസത്തിനുള്ളിലാണ് കാണേണ്ടതെന്ന്. എപ്പോൾ ആണെങ്കിലും കുഴപ്പമില്ല. അവൾക്കൊട്ടും തിരക്കില്ലേ, പ്രോഗ്രാം ഇല്ലാത്ത ഡേ, നൈറ്റ് ആണെങ്കിലും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ് വേണം, സമാധാനമായിട്ട് സംസാരിക്കണം, സമയം വേണം, അത്രയേ ഉള്ളൂ. അപ്പം ഫെനി നയനാൻ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ നെക്സ്റ്റ് മന്ത് ആണെങ്കിലും ഓക്കെ, അതിനപ്പുറം പോകാൻ പാടില്ല. കാരണം ഇലക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറുക്കി കള്ളക്കഥകൾ ഉണ്ടാക്കി കുരുക്കാൻ പാടാണല്ലോ. അപ്പം ഇലക്ഷന് മുമ്പേ ഇങ്ങനെയുള്ള കഥകളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഇലക്ഷന് സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഫെനിയുടെ ഒരു വാട്സാപ്പ് മെസ്സേജ്, അത് വോയിസ് ഉണ്ട്, പക്ഷെ അത് സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിനുശേഷം അവരുടെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെ ആണെങ്കിലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയാൽ മതി, ഡേ ആണെങ്കിലും എനിക്ക് സൗകര്യം, പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാമുണ്ട്, വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ വന്നതും ഇത്രയും വെയിറ്റ് ചെയ്തത് തന്നെ ഈ കുറച്ച് കൂടുതൽ സമയം കിട്ടാനാണ്. ഓഫീസ് പോയി കാണാൻ ആയിരുന്നെങ്കിൽ എനിക്ക് അന്നേ പോയി കാണാമായിരുന്നു. എനിക്ക് വേറെ ആരും ഉണ്ടാവാൻ പാടില്ല, ഞങ്ങൾ രണ്ടും മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫെനി നയനാൻ അതിന് കൊടുത്തേക്കുന്ന മറുപടി ഇതിപ്പം അവരെ മെസ്സേജാണ് ഇപ്പം വായിച്ചത്. അതിജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത് പരാതിയിൽ പറഞ്ഞേക്കുന്ന അവരെ മെസ്സേജാണ് ഇപ്പം വായിച്ചത്. വേറെ ആരും ഉണ്ടാവാൻ പാടില്ല, നമ്മൾ രണ്ടും മാത്രമേ കാണാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫെനി നയനാൻ പുള്ളിയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ 3M. അത് കഴിഞ്ഞിട്ട് ഫെനി നയനാൻ പറയുന്നുണ്ട് ഓഫീസിലായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. കണ്ടല്ലോ,
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഓഫീസിലാണ് നല്ലതെന്നാണ് പറഞ്ഞതെന്ന് ഇവിടെ ഫെനി നയനാൻ്റെ മെസ്സേജിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് അങ്ങോട്ട് അയക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ട് എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചെന്നാണ് പറയുന്നത്. ഓഫീസ് എനിക്ക് കംഫർട്ടബിൾ അല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, 3-4 ഹവേഴ്സ് മിനിമം, 3-4 മണിക്കൂറെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത്. കേട്ടല്ലോ, ഈ 3 മണിക്കൂറാണ് നമ്മൾ ആ പരാതിയിൽ കേട്ടത്. 3 മണിക്കൂർ എന്നെ അത് ക്രൂരമായിട്ട് എന്നെ പീഡിപ്പിച്ചു. 3 മണിക്കൂർ, ആ 3 മണിക്കൂറാണ് നമ്മൾ ഇവിടെ കണ്ടത്. 3-4 മണിക്കൂറെങ്കിലും വേണം, എന്നാലേ അതിനകത്ത് കള്ളപ്പരാതിയിൽ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ. വേറെ എവിടുന്ന് കാണാൻ വേറെ എവിടെ നിന്നാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഫെനി നയനാൻ ചോദിക്കുന്നു. കാരണം അവർ പറയുന്നത് ഓഫീസിൽ പറ്റത്തില്ല, ഓഫീസിൽ കാണാൻ അവർക്ക് പ്രൈവസി വേണമല്ലോ. ഒന്നിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യണം. എല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. ഓഫീസ് ഈസ് ആക്സസബിൾ ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ. പിന്നെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസിൽ? അപ്പോൾ ഫെനി നയനാൻ കൊടുത്തേക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക് അല്ലേ, അവിടെ ആരാ വരുന്നു എന്ന് ആരും നോക്കൂല. ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല, ഒന്ന് പോലീസ് മാൻ ഉണ്ട്, സെക്യൂരിറ്റി, ആര് വന്നാലും അവർ മുകളിൽ ഇൻഫോം ചെയ്യും. ഇതിപ്പോൾ ഫെനി നയനാൻ അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഈ വായിക്കുന്നത്. ഓഫീസ് ആയിരിക്കും കംഫർട്ടബിൾ, ഡേറ്റ് ഞാൻ നോക്കി പറയാം. അപ്പോൾ അതിന് കൊടുത്ത മറുപടി, ഞാനൊരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്, അവൻ എന്നെ ആക്കിയിട്ട് പോകും, അപ്പോൾ എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്നു. എടാ, വേറെ ആരും കയറി വരില്ല, ഇൻട്രപ്റ്റ് ചെയ്യില്ല, സേഫാണ്, പ്രൈവസി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഡെയിലി കുറേ ആളുകൾ കയറി വരുന്ന സ്ഥലത്ത് എങ്ങനെ ഇരുന്ന് ഒന്ന് സംസാരിക്കും? അല്ലേൽ കാറിൽ ഒരു ഡ്രൈവ് പോകേണ്ടി വരും. ഞങ്ങൾ വരുന്ന കാർ എടുക്കണം. അപ്പോൾ MLA ബോർഡ് പ്രശ്നമില്ലല്ലോ, ഞാൻ എൻ്റെ കാർ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പം ഫെനി ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൻ്റെ പേര് അവർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ പേര് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ബ്ലർ ആക്കിയിട്ടുണ്ട്. കാരണം അതാണ് ഫെനി ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത്. കാരണം ഇതിനകത്ത് ഐഡൻറ്റിറ്റിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതും പിടിച്ചുകൊണ്ട് വരുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം ഫെനി നയനാനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറ്റാക്കൊക്കെ ഫെനി നയനാനെ ചെയ്യും, അത് വേറെ കാര്യം. അപ്പം എന്തായാലും ഇത് കോടതി ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം ഇതുപോലെ എത്ര നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാർ, ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആയതുകൊണ്ട് മാത്രമാണെന്നല്ല, ഇതുപോലെ നിരപരാധികളായ ഒരുപാട് പേര് ഇതുപോലുള്ള പരാതികളുടെ പേരിൽ ഇതുപോലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇതുപോലുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുപോലുള്ള ഈ അപമാനങ്ങളെല്ലാം സഹിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഈ കള്ളപ്പരാതി പോലുള്ള അതിജീവിതകളെ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയണം. ഇതിനെതിരെ കോടതി നല്ലൊരു നടപടി എടുക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടം മാത്രം ഒരിക്കലും കുറ്റക്കാരനാണെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. കുറ്റക്കാരനാണെങ്കിൽ ഈ പരാതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പോയെന്ന് പറയുന്ന ഇവർ ഉൾപ്പെടെ, ഈ 3 പരാതിയിലും പറഞ്ഞിരിക്കുന്ന അവരെ ഉൾപ്പെടെ കുറ്റക്കാരാക്കണം അല്ലേ? കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്, അല്ലാതെ ഒരാളിഷ്ടത്തോട് മാത്രമല്ല. അപ്പോൾ ഒരാളെ മാത്രം ഇതിന് കുറ്റക്കാരനാക്കുന്നതിൽ അതിനകത്ത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ന്യായീകരണം എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞിട്ടുള്ള 3 പേരുമാണ് ഒരുമിച്ച്, ഇപ്പം 3 പരാതിയാണല്ലോ വന്നിട്ടുള്ളത്, 3 പേരുമാണ് കുറ്റക്കാരും അല്ലേ? സ്വന്തം കുടുംബം, സ്വന്തം കെട്ടിയവൻ. അപ്പോൾ ഇതൊക്കെ മറന്ന് മറ്റൊരാളുടെ കൂടെ പോകുന്ന ഒരാളെ അതിജീവിത എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ അവരെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്? എന്ന് പറഞ്ഞേ, എങ്ങനെ അതിജീവിതമാവും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ടുള്ള ഇപ്പം ഈ പ്രശ്നങ്ങൾ റിയലായിട്ട് അനുഭവിച്ച് വരുന്ന അതിജീവിതകൾക്ക് പോലും ഇതൊരു തിരിച്ചടിയായി പോകും. അതുകൊണ്ട് കോടതി ഇത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം. കാരണം ഇതുപോലുള്ള ഫെനിയെപ്പോലുള്ള നട്ടലുള്ള ആളുകൾ ഇനിയും മുമ്പോട്ട് വരണം. കാരണം അതാണ് വേണ്ടത്. സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ ആരോപണം വന്ന ഉടനെ തന്നെ
കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നമ്മളെ പാർട്ടി ആനയാണ് ചേനയാണ് ആരോപണം വന്ന സമയത്ത് തന്നെ കണ്ടില്ലേ നമ്മൾ നടപടി എടുത്തു എന്ന് പറയുന്ന കുറേ മുതിർന്ന നേതാക്കന്മാരുണ്ടല്ലോ. അവരൊക്കെ ഈ ഫെനിയെ പോലെയുള്ള ആളുകളെ കണ്ടു പഠിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലാതെ അവിടെ മാറിയിരുന്നിട്ട് മുകേഷിൻ്റെ മേലൊരു കുറ്റം വന്ന്, അല്ലെങ്കിൽ കുഞ്ഞു മുഹമ്മദിൻ്റെ പേരിലൊരു പെണ്ണ് കേസ് വന്നു, മുകേഷിൻ്റെ പേരിലൊരു പെണ്ണ് കേസ് വന്നു, അപ്പോഴത്തേക്ക് നിങ്ങളെടുക്കാത്ത തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ട് നടക്കാതെ ഇതുപോലുള്ള സത്യങ്ങൾക്കൊപ്പം നിന്ന് അടിയുറച്ച് നിന്ന് സംസാരിക്കാനും കൂടെ പഠിക്കണം. ഒരുപക്ഷെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം രാഹുലിനെ കൈവിട്ടില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അപമാനം ഇന്നിപ്പം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഹുൽ ഇപ്പം ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വരത്തില്ലായിരുന്നു. ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൂടെ നിന്നിട്ട് ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ രാഹുൽ ഇപ്പം ജയിലിൽ കിടക്കത്തില്ലായിരുന്നു, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകത്തില്ലായിരുന്നു.